നമസ്കാരം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് ആനുകൂല്യമുണ്ട് എന്ന് നമുക്കറിയാം. ആ ആനുകൂല്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആരാണ് വാങ്ങുന്നത് എന്നും നമുക്കറിയാം. എന്നാൽ അർഹതയില്ലാത്ത ഇവരിൽ തന്നെ ഒരു കൂട്ടർ ആദിവാസി ഗോത്രവർഗ്ഗങ്ങൾക്ക് കിട്ടേണ്ട ആ ആനുകൂല്യങ്ങൾ കൂടി അനർഹമായിട്ട് വാങ്ങിയെടുക്കുന്നുണ്ട്. അതും എത്രയോ പതിറ്റാണ്ടുകളായിട്ട്. അതവർക്ക് അങ്ങനെ വെറുതെ കിട്ടിയതല്ല, അതവർ സമ്മർദ്ദം ചെലുത്തി ചിലർ അവർക്ക് നേടിയെടുത്തു കൊടുത്തതാണ്. ഈ കൂട്ടരെ നമുക്കറിയാം. മലയാളം തന്നെ സംസാരിക്കുന്ന, നമ്മുടെ കേരളത്തിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന ലക്ഷദ്വീപ് എന്ന ദ്വീപ സമൂഹമുണ്ട്. അവിടെ 90% മുകളിൽ മുസ്ലിങ്ങളാണ്. അവർക്ക് ഈ രാജ്യത്ത് മറ്റുള്ള ഇടത്ത് എന്ന പോലെ ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുണ്ട്. അതിൻ്റെ കൂടെ ആദിവാസി ഗോത്രങ്ങൾക്ക് കിട്ടേണ്ട ആ ആനുകൂല്യങ്ങൾ കൂടി അവർക്ക് കിട്ടുന്നു. എങ്ങനെയാണെന്നല്ലേ? അസ്ത്രം കപൂറിനെ അറിയാമല്ലോ, ഫസൽ കപൂർ. ആ മഹാൻ തന്നെ ഒരല്പം അഹങ്കാരത്തോടെ വിളിച്ചു പറയുന്ന ആ വാചകങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കുക. അവസാനം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഇന്ത്യയിൽ ആഗമനം മുസ്ലിമുകൾക്ക് സംവരണം വന്നു. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ അധികം IAS ഓഫീസർമാരെയൊക്കെ നമ്മൾ കാണുന്നത് മുസ്ലിമിനെ IAS IPS ഒക്കെ കാണുന്ന സംവരണം വന്നുകൊണ്ടാണ്. അടുത്ത് വരുന്നത് ന്യൂനപക്ഷ പദവി. ന്യൂനപക്ഷ പദവി വെച്ചിട്ട് ന്യൂനപക്ഷങ്ങൾക്ക്, മുസ്ലിം എഴുതിയിട്ടില്ല, ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ നടത്താനും അവിടെ വേണമെങ്കിൽ 100 വിദ്യാർത്ഥികളെ അവരെ അഡ്മിറ്റ് ചെയ്യാനും അവരുടെ സമൂഹത്തിൽപ്പെട്ടവരെ അധ്യാപകരായിട്ട് നിയമിക്കാനും ഒക്കെ ഉള്ള നിയമം വന്നില്ലേ? ആ നിയമം UPA ഗവൺമെന്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഏതെങ്കിലും പ്രാദേശിക ഗവൺമെന്റ് അതിനെതിരായിട്ട് നിൽക്കണമെങ്കിൽ നിങ്ങൾ 3 മാസം കൊണ്ട് മൈനോറിറ്റി കമ്മീഷനെ അപ്രോച്ച് ചെയ്തോളൂ. ഇതൊക്കെ പ്രായോഗികമായി നടപ്പാക്കുന്ന ആൾക്കാരെ ഞങ്ങൾ. 100 MES സ്ഥാപനങ്ങൾക്ക് ന്യൂനപക്ഷ പദവി ഉണ്ട്. ഇനി ഞങ്ങൾക്ക് പേടി അതെങ്ങനെ എടുത്തു കളയോ എന്നാണ്. അതെന്തെങ്കിലും ടെക്നിക്ക് പറഞ്ഞുകൊണ്ട് എടുത്തു കളയോ എന്നുള്ളതാണ്. അതേമാതിരി തന്നെ രാജീവ് ഗാന്ധിയുടെ മണ്ടത്തരം വരെ, ശിലാന്യാസ് വരെ ആർക്ക് അനുകൂലമായിട്ടാണ് നിന്നിരുന്നത്? അവർ മുസ്ലിം സമുദായത്തിന് അനുകൂലമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി നിന്നിരുന്നത്. ഈ ലക്ഷദ്വീപിലെ ആൾക്കാർക്ക് ഗിരിവർഗ സ്റ്റാറ്റസ് ഉണ്ട്, അറിയോ? ചിലർ തങ്ങന്മാരാണ്, അവർ ഗിരിവർഗക്കാരുമാണ്, ട്രൈബൽ. അതിന് പുറമെ അവർക്ക് എന്താ നമ്മൾ പറയാ, ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ ഇതും കിട്ടുന്നുണ്ട്, സംവരണവും കിട്ടുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയുണ്ട്? അതൊക്കെ ഈ രാജ്യത്ത് നടപ്പാക്കിയിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇതിപ്പോ കോൺഗ്രസിന് മാത്രമല്ല, അതിനുശേഷം വന്നിട്ടുള്ള ജനതാ പരിവാർ മുഖ്യമന്ത്രിമാർ, ലാലു പ്രസാദ് യാദവും മുലായം സിംഗ് യാദവും അടക്കമുള്ളവർ, അവിടെ മുലായം സിംഗ് ആണ് പൂട്ടിട്ടത്. എവിടെ? ഇവിടെ നമ്മുടെ കാശി ഇതിൽ തർക്കം വന്നപ്പോൾ അത് പൂട്ടിടാൻ 1993 ലാലു പ്രസാദ് യാദവാണ് LK അദ്വാനിയെ പിടിച്ച് അറസ്റ്റ് ചെയ്തത്. അപ്പൊ നമ്മൾ കൂട്ടായ്മ മാത്രമല്ല, നമ്മളുടെ കൂട്ടായ്മ മാത്രമല്ല, ഇന്ന് കേരളത്തിൽ ആഗമനം നടക്കുന്ന മാതിരി എല്ലാ സമൂഹങ്ങളിലും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ കൂട്ടുപിടിച്ച്, രാഷ്ട്രീയത്തിൽ മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്തായാലും മറ്റെന്ത് രംഗത്തായാലും അവരെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറണം. അല്ലാതെ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടത്തിൽ തന്നെ സൈദ്ധാന്തികമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. കോൺഗ്രസിനെ ഭരണത്തിൽ ഇരുത്തിക്കൊണ്ട്, യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഭരണം കിട്ടാൻ കാരണം ഇവിടുത്തെ ഭൂരിപക്ഷങ്ങൾ വോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ്. പക്ഷേ അവരെ നോക്കുകുത്തിയായിട്ട് അവരിൽ നിന്ന് സകല സംഗതികളും വാങ്ങിയെടുത്തുകൊണ്ടിരുന്നത് ഇവിടെ ഈ ന്യൂനപക്ഷം എന്ന് പറയുന്ന കൂട്ടത്തിലെ ഒരു പ്രത്യേക കൂട്ടരായിരുന്നു. അതും നരസിംഹറാവു വരെയുള്ളവരിൽ നിന്ന് അവർ നിർലോഭം അത് വാങ്ങിയെടുത്തുകൊണ്ടിരുന്നു. പിന്നീട് മൻമോഹൻ സിംഗിൻ്റെയൊക്കെ ആയപ്പോഴേക്കും കോൺഗ്രസ് വളരെ അങ്ങ് ക്ഷയിച്ചിരുന്നു. അതുകൊണ്ട് മാത്രമാണ് പലതും നടക്കാതെ പോയത്. അപ്പോഴും ഒന്ന് ഓർത്തു നോക്കുക, 47-ന് ശേഷം നെഹ്റുവിൻ്റെയൊക്കെ കാലഘട്ടം മുതൽ അവർക്ക് വേണ്ടതും വേണ്ടാത്തതുമെല്ലാം അനർഹമായിട്ടൊക്കെ അവർ വാങ്ങിയെടുത്തുകൊണ്ടിരുന്നു എന്ന ഞെട്ടിക്കുന്ന ചതിയുടെ കഥയാണ് അയാൾ വിളിച്ചു പറഞ്ഞത്. ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഒരു ജനതയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഈ ലക്ഷദ്വീപിലുള്ളവർക്ക് ആദിവാസി ഗോത്രവർഗത്തിൻ്റെ യാതൊരു സ്റ്റാറ്റസും കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ കേരളത്തിൽ നിന്നുള്ള ആളുകൾ തന്നെ കുടിയേറി അവിടെ താമസ സൗകര്യമൊക്കെയായി ഇന്ന് കാണുന്ന രൂപത്തിലായതാണ് എന്ന് നമുക്കറിയാം. അല്ലാതെ കാലാകാലങ്ങളായി അവിടെ ജീവിച്ചിരുന്ന ആളുകളുടെ പിൻതലമുറയല്ല അവിടെ ജീവിക്കുന്നത് എന്നത് ചരിത്രമാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടർക്ക് ഒരിക്കലും ആദിവാസി ഗോത്രവർഗത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് കൊടുക്കുകയോ അവർക്ക് ഉള്ള ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. അത് വളഞ്ഞ വഴിയിലാണ് നേടിയത് എന്ന് ഫസൽ കപൂറിനെ പോലെ ഉള്ള ഒരാൾ തന്നെ എത്ര ധാർഷ്ട്യത്തോടെയാണ് വിളിച്ചു പറയുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് ഇവിടെ 100 കോടിക്ക് മുകളിൽ വരുന്ന ഇവിടുത്തെ ഭൂരിപക്ഷമുള്ള ആളുകളെ എത്രമാത്രം വിഡ്ഢികളാക്കിയായിരുന്നു ഇവിടുത്തെ കോൺഗ്രസും ആ കോൺഗ്രസിൻ്റെ കൂടെ നിന്നുകിട്ട് ഈ കൂട്ടരും കാണിച്ചുകൊണ്ടിരുന്നത് എന്നത് വ്യക്തമാവുകയാണ് ഒരിക്കൽ കൂടി.